കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി VM വിനുവിന് പകരം ആരായിരിക്കും വരിക? പ്ലാൻ ബി എന്താണ്? അത് ഇന്നറിയാം എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം. മുതിർന്ന നേതാവിനെ കളത്തിലിറക്കി ക്ഷീണം മാറ്റാനാണ് കോൺഗ്രസിന്റെ നീക്കം. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതോടെ തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ പ്രചാരണം സജീവമാക്കി. രാവിലെ മരപ്പാലത്ത് നിന്ന് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. പലയിടങ്ങളിലും തർക്കം തുടരുന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും കീറാമുട്ടിയാണ്. വിവരങ്ങളുമായി VS രഞ്ജിത്തും റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ആദ്യം VS രഞ്ജിത്തിലേക്ക് പോകാം. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അറിയേണ്ടത് VM വിനുവിന് പകരം ആരാണ് വരുന്നത് എന്നതാണ്. ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നു സെലിബ്രിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. VM വിനുവിന് പകരം ആരെയായിരിക്കും കൊണ്ടുവരിക? മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജു, നിലവിലെ കൗൺസിലർ MC സുധാമണി, സുരേഷ് കുമാർ, കുറെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. രഞ്ജിത്തിന് ഏകദേശം ആരാണെന്ന് അറിയാമെന്നൊക്കെയാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ആരായിരിക്കും വിനുവിന് പകരം മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക? ഏതായാലും സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പകരം സെലിബ്രിറ്റിയെ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം VM വിനുവിനെ കണ്ടെത്തി അതിനുശേഷം അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് മനസ്സിലാക്കി കോടതിയുടെ വിധിയൊക്കെ ഇന്നലെ രാവിലെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 24 മണിക്കൂറിനുള്ളിൽ മറ്റൊരു സെലിബ്രിറ്റി എന്നുള്ളത് അത്ര എന്താ പറയുക എളുപ്പത്തിലുള്ള കാര്യമല്ല. കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടുള്ള സെലിബ്രിറ്റി വേണമല്ലോ. അതുകൊണ്ട് ഇനിയൊരു വോട്ടില്ലാത്ത സെലിബ്രിറ്റിയെ പരീക്ഷിക്കാനുള്ള സമയമില്ല. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് വോട്ടുള്ള സെലിബ്രിറ്റികൾ താരമുഖങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പക്ഷെ പാർട്ടി ആദ്യത്തെ ആലോചന എന്ന് പറയുന്നത് ഒരു മുതിർന്ന നേതാവ്, ഇപ്പോൾ KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറി PM നിയാസ് മത്സരിക്കുന്നുണ്ട്. മറ്റൊരു ജനറൽ സെക്രട്ടറിമാർ 2 പേരുണ്ട്, വിദ്യാ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ജയന്ത്, ഇവരെ പോലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കളത്തിലിറക്കാം എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, കല്ലായിൽ ഒരു പ്രാദേശികമായി അവിടെ നേരത്തെ പട്ടികയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ തന്നെ ആവട്ടെ എന്നുള്ളതാണ് ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ തന്നെ അവിടെയുള്ള പ്രാദേശികമായുള്ള നേതാക്കളിൽ പരിഗണിക്കപ്പെട്ടിരുന്നവർ പ്രാദേശികമായി തന്നെ തെരഞ്ഞെടുത്ത് തരട്ടെ, കോർ കമ്മിറ്റി സെലക്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതിൽ മണ്ഡലം പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാളക്കണ്ടി ബൈജു അവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. നേരത്തെ ആ പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. മറ്റൊന്ന് നിലവിൽ 4 തവണയായി അവിടെ കൗൺസിലറായിട്ടുള്ള MC സുധാമണിയാണ്. മറ്റൊന്ന് അവിടെ പ്രാദേശികമായൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള സുരേഷ് കുമാറാണ്. ഈ 3 പേരിൽ ഒരാൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുതിർന്ന നേതാക്കന്മാർ വേണം എന്ന് KPCC നിർദ്ദേശമുണ്ടാവുകയാണെങ്കിൽ മാത്രമേ ജയന്തിലേക്കും അതുപോലെ തന്നെ മറ്റ് KPCC ജനറൽ സെക്രട്ടറിമാരിലേക്കുമൊക്കെ പോവുകയുള്ളൂ. അതല്ല എങ്കിൽ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ഒരാൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ കോർ കമ്മിറ്റിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്ത്, അവിടെ ഇപ്പോൾ VM വിനു ഒഴിഞ്ഞു നിൽക്കുകയാണ്. VM വിനുവിന്റെ അടുത്ത നീക്കം എന്താണ്? VM വിനുവിന് വലിയ സങ്കടമായിട്ടുണ്ടാകുമല്ലോ. കാരണം ഇത്രയേറെ കേരളം മുഴുവൻ ചർച്ചയായി, കോടതി കയറി, ആകെ അദ്ദേഹം ഒരു പ്രധാന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള, പ്രധാന കഥാപാത്ര നടന്മാരെയൊക്കെ വെച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയല്ലേ. അദ്ദേഹത്തിന് വലിയ നാണക്കേട് ഉണ്ടായില്ലേ? അപ്പോൾ ആ നാണക്കേട് അത് പാർട്ടി കാര്യമായി തന്നെ എടുക്കുന്നില്ലേ? പലരുടെയും സ്ഥാനം തെറിക്കും, ഇതിനകം തന്നെ തെറിച്ചു എന്നൊക്കെ കേൾക്കുന്നു. സുജയ, തീർച്ചയായിട്ടും ഇന്നലെ അവിടുത്തെ മലാപ്പറമ്പ് വാർഡ് കൗൺസിലർ CP രാജേഷിന്റെ രാജി എഴുതി വാങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാജേഷ് പറയുന്നത് ഈ തൽക്കാലം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കണം. കാരണം സ്വകാര്യമായി വ്യക്തിപരമായി ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് സജീവമാകും എന്നുള്ളതാണ് രാജേഷ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നമുക്ക് DCC നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ഇതിന്റെ ഉത്തരവാദിത്തം CP രാജേഷിനാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം VM വിനുവിന് വോട്ടുണ്ട് എന്ന് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. VM വിനുവിന് വോട്ടില്ല എങ്കിൽ, അവിടെ വോട്ടില്ല, വോട്ടർ പട്ടികയിൽ പേരില്ല, അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് അറിയിക്കേണ്ടത് അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിരുന്നു. അത് അദ്ദേഹം അറിയിച്ചില്ല, പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ക്ഷീണം മുഴുവൻ അത് തീർക്കുന്നത് ഈ കൗൺസിലർ CP രാജേഷിലായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ സമാനമായൊരു സംഭവം അത് UDF-ൽ LDF-ൽ സംഭവിച്ചിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്തിനെ നിയമസഭയിലേക്ക് നോർത്ത് നിയോജക മണ്ഡലത്തിൽ പരിഗണിക്കുമെന്ന് പറയുകയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അക്കാര്യം സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പെട്ടെന്ന് വലിയ എതിർപ്പുണ്ടായപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിൻ്റെ ക്ഷീണം മാറ്റാൻ പാർട്ടി പിന്നീട് ചെയ്തത് KTDFCയുടെ ചെയർമാൻ സ്ഥാനമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ക്ഷീണം മാറ്റാൻ VM വിനുവിനെയും UDF പിന്നീട് ഒരിക്കൽ പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും ഇന്നത്തെ ദിവസം നല്ല കാലാവസ്ഥയൊക്കെയാണ്. മഴയൊക്കെ മാറി നിൽക്കുകയാണല്ലോ അല്ലേ രഞ്ജിത്ത്? രാഷ്ട്രീയ കാലാവസ്ഥ അല്പം സമ്മർദ്ദമുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും ഒന്നാമത് മഴ മാറി നിൽക്കുന്നു. 2 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത് ഓരോ
സ്പോട്ടിലും പൊളിറ്റിക്സ് ആണല്ലോ. നമ്മളിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഇവിടെ അങ്ങനെയല്ല. കോഴിക്കോട് ഓരോ വാർഡുകളിലും വളരെ സജീവമായ രാഷ്ട്രീയമാണ്. നേതാക്കൾ തമ്മിലുള്ള വാക്പോരുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട്. അങ്ങനെ അപ്പോൾ ഏറ്റുമുട്ടൽ തർക്കം അവിടെ എന്ത് ഏറ്റുമുട്ടൽ നടന്നാലും അത് പരിഹരിക്കാൻ VS രഞ്ജിത്ത് വേണമെന്നാണ് കോഴിക്കോട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്ത വാർഡിലേക്ക് രഞ്ജിത്ത് നീങ്ങിക്കോളൂ. ഞാൻ തൽക്കാലം ഒന്ന് മുട്ടടയ്ക്ക് പോവുകയാണ്. നമ്മുടെ റോഷിപാൽ കുറച്ച് നേരമായിട്ട് മുട്ടടയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുട്ടുവേദന എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. വൈഷ്ണ എന്തായാലും ഹാപ്പിയാണ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വന്നതിൽ പേടിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമൂഹ മാധ്യമ പോരും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ പ്രചാരണം എങ്ങനെയാണ്? മരപ്പാലം ഭാഗത്താണോ? സുജയ, വൈഷ്ണ അല്പസമയത്തിനകം മുട്ടടയിൽ പ്രചാരണം തുടങ്ങും. മരപ്പാലത്താണ് പ്രചാരണം. രണ്ടാം ഘട്ട പ്രചാരണമാണ്. നമുക്കറിയാം വൈഷ്ണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുട്ടട അത് CPMന്റെ കോർപ്പറേഷനിലെ ഉരുക്കുകോട്ടെ എന്ന വിശേഷമുള്ള പ്രദേശമാണ്. അത് പിടിച്ചെടുക്കുക എന്ന പ്രധാന ഉത്തരവാദിത്തമാണ്. കോൺഗ്രസിന് UDFന് വലിയ പ്രതീക്ഷയായിരുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം അത് അവസാനിച്ചതോടെ അതിശക്തമായ രീതിയിലുള്ള പ്രചാരണം. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മുട്ടടയിൽ വൈഷ്ണയുടെ പ്രചാരണത്തിന് വൈകിട്ടെത്തിയത്. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അങ്ങനെ പ്രധാന നേതാക്കളൊക്കെ അവിടെ എത്തി. അതിൽ ഏറ്റവും പ്രധാനമായി UDF ആയുധമാക്കുന്ന ഒരു വിഷയമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഏകപക്ഷീയമായി ഇലക്ടറൽ ഓഫീസർ തീരുമാനമെടുത്തു എന്നാണ്. ഈ വൈഷ്ണയുടെ ഭാഗം പോലും കേൾക്കാതെ എന്താ പരാതിക്കാരനെ മാത്രം കേട്ടുകൊണ്ട്, പരാതിയുടെ വശം മാത്രം കേട്ടുകൊണ്ട് തീരുമാനമെടുത്തു. നേരത്തെ UDF നേതൃത്വം പറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതമാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് മാറ്റിയെന്ന്. സമാനമായ ആരോപണം ശക്തമായി ഉയർത്തി പ്രചാരണം ശക്തമാക്കാനുള്ള തീരുമാനമാണ്. അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും. രാഷ്ട്രീയ പ്രേരണയ്ക്ക് ഇലക്ടറൽ ഓഫീസർ നിർബന്ധിതനായി അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന ആരോപണമാണ് ഇക്കാര്യത്തിൽ UDF ഉയർത്തുന്നത്. ഗൗരവമുള്ള ആരോപണമാണ്. വരും ദിവസങ്ങളിൽ ഇലക്ടറൽ ഓഫീസറെ മാറ്റണമെന്ന ആവശ്യം കൂടി ഉയർത്താനുള്ള ആലോചനയിലേക്ക് UDF നേതൃത്വം പോവുകയാണ്. സുജയ. ഓക്കെ റോഷിപാൽ, പിന്നിൽ നല്ല കാലാവസ്ഥയൊക്കെയാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയല്ലേ? സുജയ, ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത്യാവശ്യം വെയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് മഴയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു. നല്ല മഴ പെയ്തിരുന്നു. ഇന്ന് വെയിലുണ്ട്, കാർമേഘമില്ല. ഓക്കെ, സ്ഥാനാർത്ഥിത്വ നിർണയത്തിലും കാർമേഘങ്ങളൊക്കെ എല്ലായിടത്തും ഒഴിയട്ടെ. താങ്ക് യു റോഷിപാൽ. ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം നമുക്ക്.